അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇറാൻ US ആണവ ചർച്ച ഇന്ന് ഒമാനിൽ നടക്കും. ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്നലെ തന്നെ ഒമാനിലെത്തിയതായി ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കമാണ് ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇറാന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും ചർച്ച റദ്ദാക്കരുതെന്നും ആവശ്യപ്പെട്ട 9 അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ചിരുന്നു. ഇവരുടെ ആവശ്യം കണക്കിലെടുത്താണ് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാൻ അമേരിക്ക ചർച്ച തുർക്കിയിൽ വെച്ച് നടക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ ഒമാനിൽ വെച്ച് ചർച്ച നടത്താമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കണക്കിലെടുത്താണ് ചർച്ചയുമായി മുന്നോട്ടു പോകുന്നതെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ചർച്ച ഒമാനിൽ വെച്ച് നടത്താമെന്ന് അബ്ബാസ് അരാഗ്ചി സമ്മതിച്ചിരിക്കുന്നത്. ചർച്ച നടക്കാനിരിക്കെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും രംഗത്തെത്തി. പുതിയ ആണവ കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇറാന്റെ പദ്ധതി തടയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ഒഴിച്ചു നിർത്തിയുള്ള ഇറാൻ ചർച്ചകൾ വിജയിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതു പിന്നാലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നെങ്കിലും ഇത് ദുർബലമാണ്. ചർച്ചകൾ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്ന അമേരിക്കയുടെ ഭീഷണിയും സ്ഥിതി സംഘർഷഭരിതമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.